ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു പോലീസായതിൽ പിന്നെ അനാമികയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അനാമിക നയനയോടും നവ്യയോടും പെരുമാറുന്ന രീതിയൊക്കെ മാറ്റി പിടിക്കുകയാണ്. എന്നാൽ രേവതിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. രേവതി പറയാണ്, അവൾ പോലീസായതിൽ പിന്നെ നമുക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ലല്ലോ, വല്ലാത്തൊരു അവസ്ഥയിലല്ലോ നമ്മൾ വന്നു പെട്ടത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ഇതേ സമയം ആരും അറിയാതെ അനാമികയോട് ദേവയാനി പറഞ്ഞിട്ടുണ്ടാവും, ഈ വീട്ടിൽ പല ക്രൈമുകളും നടക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ ആരാണ് കളിക്കുന്നതെന്ന് എനിക്ക് സത്യം അറിയണം, അതിൻ്റെ യഥാർത്ഥ പ്രതി ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കത് തെളിവ് സഹിതം എല്ലാവർക്കും മുന്നിൽ പിടികൂടണം എന്ന് ദേവയാനി നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത് പ്രകാരം തന്നെ നന്ദു ഓരോ അന്വേഷണങ്ങളുടെയും തെളിവ് കിട്ടുമ്പോൾ ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം നന്ദു വീണ്ടും കയറി വരികയാണ്. പോലീസ് യൂണിഫോമിൽ വരുന്നത് കാണുമ്പോൾ അനാമികയ്ക്ക് കുശുമ്പ് വരികയാണ് കേട്ടോ. അങ്ങനെ അനാമിക ഇങ്ങനെ നന്ദു കയറി വരുന്നത് കാണുമ്പോൾ ആരാ ഇപ്പോൾ ഇത്, നന്ദുവാ എന്നൊക്കെ പറയുമ്പോൾ, എടി നിനക്ക് എന്നെ പിടിക്കുമോ, ഞാൻ അനിയുടെ വീട്ടിലോട്ട് കയറി വന്ന നീ അനിയെക്കുറിച്ചും എന്നെക്കുറിച്ചും അപവാദങ്ങൾ പറയുന്ന നിൻ്റെ നാക്ക് ഇപ്പോൾ എവിടോട്ടാണ് പോയത് എന്ന് നന്ദു ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന അനാമിക പറയാണ്, എന്തിനാണ് ഈ കഴിഞ്ഞ കഥയൊക്കെ പറയുന്നത്, കഴിഞ്ഞ കഥകളൊക്കെ നീയല്ലേ പറഞ്ഞിരുന്നത്, ഒരു തെറ്റും ചെയ്യാത്ത ഞാനും അനിയെയും കുറിച്ച് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നീ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. സംഭവം ഞാൻ അനിയെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷേ നിനക്ക് വേണ്ടി വഴിമാറി തന്നവളാണ് ഞാൻ, എന്നിട്ടും നീ എന്നെ പലതും പറഞ്ഞു, എന്നാൽ ഇപ്പോഴെന്താ നിൻ്റെ ആ നാക്ക് എവിടോട്ടാണ് പോയത് എന്നിങ്ങനെ നന്ദു ഇങ്ങനെ അനാമികയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിക, അത് എനിക്കിപ്പോൾ തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാനുള്ള ആ കഴിവുണ്ട്, അതുകൊണ്ടാണ് അനി നിന്നെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നുള്ള വാക്കുകളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും നിനക്ക് കൊള്ളാം, എൻ്റെ ചേച്ചിമാരെ നീ ഇനി ഏത് കേസിലാടി പീഡിപ്പിക്കാൻ പോകുന്നത്, ആർക്കാടി നീ അടുത്ത വിഷയം നൽകുന്നത്, അയ്യോ ഞാൻ ഇന്നേവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രതിക്കൂട്ടിൽ കിടക്കുമ്പോൾ നിനക്കറിയാടി എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോകും. ഇതൊക്കെ കണ്ട് രേവതി ഒളിഞ്ഞു നിൽക്കണം കേട്ടോ. രേവതിക്ക് പുറത്തോട്ട് വരാൻ കഴിയുന്നില്ല. രേവതി ആകെ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ രേവതി നന്ദു പോയെന്ന് കാണുമ്പോൾ ദേവയാനിയുടെ അടുത്തോട്ടും നയനയുടെ അടുത്തോട്ടും പോവുകയാണ്. അപ്പോൾ പോയെന്ന് ഉറപ്പ് കാണുമ്പോൾ രേവതി പെട്ടെന്ന് അനാമികയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. എടി അവൾ എന്താ നിന്നോട് പറഞ്ഞു, അവളുടെ കരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കായിരുന്നില്ലേ, അമ്മ ഒളിഞ്ഞു നിൽക്കുന്ന സമയത്ത് അമ്മക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അവളുടെ കരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കായിരുന്നില്ലേ, അത് പിന്നെ നീ എന്നെ കണ്ടോ, പിന്നെ ഞാൻ കാണാതെ അവളെ കണ്ടപ്പോൾ അമ്മയുടെ തല പോലെ എന്ന് പറഞ്ഞതുപോലെ ആളെ കാണുമ്പോൾ ഉള്ളിലോട്ട് വലിക്കുന്ന അമ്മയുടെ സ്വഭാവം ഉണ്ടല്ലോ, അവളെ കണ്ടപ്പോൾ അമ്മ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, എടി അവൾ ഇട്ടിരിക്കുന്ന SC യൂണിഫോമാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ, അല്ലാതെ നരുന്ന പെണ്ണിനെ പേടിയുണ്ടായിട്ടില്ല, ആ യൂണിഫോമിൻ്റെ പവർ മനസ്സിലാക്കണ്ടേ എന്നുള്ള വാക്കുകളൊക്കെ അതിന് പറയാനിട്ടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ നാക്ക് വളച്ചൊടിച്ച് കുപ്പിയിലിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവളുടെ കാരണം പുകച്ചിരുന്നേ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നാൽ ഈ സമയം രേവതി പറയണേ, അതുകൊണ്ട് മാത്രമൊന്നുമല്ല, ഇവിടുത്തെ ദേവയാനി അവളാകെ മാറി, ആ ദേവയാനി ചേച്ചി നമുക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ പലതും ചെയ്യാമായിരുന്നു എന്ന് പറയാൻ കേട്ടോ. എന്തായാലും അവരെ പഴയതുപോലെ കയ്യിലെടുക്കണം, അവരുടെ ഈ മാറ്റത്തിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. വാ നമുക്ക് ഇവിടെ തന്നെ നിൽക്കണ്ട എന്ന് പറയണേ. അങ്ങനെ ഈ സമയം നയനയുടെ അടുത്തോട്ടാണ് കേട്ടോ നന്ദു പോയിരിക്കുന്നത്. അപ്പോൾ നവ്യ പറയണേ, എടി നീ പോലീസ് യൂണിഫോം ഇട്ടതിൽ പിന്നെ ഒരുപാട് മനസ്സമാധാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഈ വീട്ടിൽ പലവരുടെയും വാല് ചുരുണ്ടു പോയതുപോലെയൊക്കെ തോന്നുന്നതെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക പറയണേ, അത് നമ്മളെ കുറ്റപ്പെടുത്തി മാത്രമാണ് അവൾ പറയുന്നത്, അവളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, അവൾക്ക് വലിയ ചെവിയാണ്, അത്രയും ബുദ്ധിയാണ് അവൾക്ക് എന്നൊക്കെ എങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ദേവയാനി കയറി വരുമ്പോൾ തന്നെ ഇവരിങ്ങനെ മറിഞ്ഞു നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം ദേവയാനി പറയണേ, എന്തിനാ അനാമിക നീ ഒളിച്ചും പാത്തും നിൻ്റെ ഈ കള്ള ലക്ഷണങ്ങൾ, അതെന്തിനാണ്, നിനക്ക് കേൾക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കേട്ടോ, എന്തിനാ നീ മാറി നിന്ന് കേൾക്കുന്നത്, അത് പിന്നെ വലിയമ്മേ ഞാൻ ഇവർ സംസാരിക്കുന്ന ഇടയിലോട്ട് ഇനി വന്നു കഴിഞ്ഞാൽ ഇനി ചേച്ചിമാരും അനിയത്തിമാരും സംസാരിക്കുമ്പോൾ അതിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അപ്പം നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ നീ ഇവിടെ ഒരു പ്രശ്നക്കാരത്തിയാണെന്ന്, അങ്ങനെയല്ലത് വല്യമ്മേ, ഞാൻ ഇവരുടെ സംസാരത്തിൽ ഞാൻ മാറി നിന്നു എന്നുള്ളൂ എന്ന് പറയട്ടോ. കൂടുതലായി സംസാരിക്കാനൊന്നും നിൽക്കണ്ട, നന്ദു വന്നിരിക്കുന്നത് കണ്ടില്ലേ, അവൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, എന്തെങ്കിലും ചായയോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും എടുക്കുമെന്ന് പറയട്ടോ. ഇത് കേട്ടോടുന്നേനെ
ഞാനോ എന്ന് അനാമിക ചോദിക്കുക. അതെന്താ, നിന്റെ കയ്യിലെ വള ഊരിപ്പോവോ? പണ്ട് ഇവിടെ പല പണികളും ചെയ്തിരുന്നത് നിന്റെ ആളുകളൊക്കെ വരുമ്പോൾ ഇവിടെ അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന എൻ്റെ നയനമോളാണ്. ഇന്നിപ്പോൾ അവളുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. പഴയതുപോലെ അവളിപ്പോൾ ഓക്കെ ആണെങ്കിലും ഇനി പഴയതുപോലെ അവളെ ഈ വീട്ടിലെ വേലക്കാരിയാക്കാന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. അവളെ അത്യാവശ്യം കഴിവുള്ളവളാണ്. അവള് കമ്പനിക്ക് വേണ്ടി ഓരോ ഡിസൈനുകൾ വരച്ചിട്ടും കമ്പനിയിലെ പണിയെടുത്തും ഒക്കെ അവള് വലിയ വിലയാണ് അവളുടെ സമയത്തിന്. അതുകൊണ്ട് നയനമോളെ പഴയതുപോലെ അവളുടെ സമയം വെറുതെ പാഴാക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. നോക്കി നിൽക്കാതെ മര്യാദക്ക് ഇവർക്കുള്ള ജ്യൂസ് കൊണ്ടുപോവാ എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന അനാമികക്ക് ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. അമ്മ വായോ, നമുക്ക് ഇവർക്കുള്ള ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അമ്മേ, ഇത് കണ്ടോ, അവർ എന്നെ ഈ വീട്ടിലെ വേലക്കാരിയാക്കാനാണ് ഉദ്ദേശം എന്ന എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത് ദേവയാനിയേട്ടത്തി പേടിച്ച് നടക്കില്ല. അതുകൊണ്ട് തന്നെ അവരോട് വായിട്ട് അലക്കാനോ ചിലക്കാനോ ഒന്നും പോവില്ലല്ലോ എന്നിങ്ങനെ പറയണേട്ടോ. എന്തായാലും ആ പൂതന അന്നങ്ങ് മരിച്ചിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. ഈ വീട്ടിൽ എന്തൊരു ശാന്തതയായിരുന്നു. എന്നാൽ ഈ വീട് ഭരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ പ്രീതിയും കിട്ടി. എന്നാൽ എനിക്കിവിടെ ആ പൂതന ഇല്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ സുഖ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദേവയാനി ആയിരിക്കൂട്ടോ. ആരടി പൂതന? നിന്റെ അമ്മയായിരിക്കും പൂതന. ഈ നിൽക്കുന്ന നിന്റെ അമ്മയുണ്ടല്ലോ, അവരാണ് പൂതന. കെട്ടിച്ച പെൺകുട്ടികളുടെ വീട്ടിൽ വന്ന് പൂതന സ്വഭാവം കാട്ടിയിട്ട് ഇവിടെ എൻ്റെ മരുമകളുടെ നേർക്ക് ഒരുപാട് കാലമായി വിരൽ ചൂണ്ടുന്നു. അതെല്ലാം കണ്ടു നിൽക്കുമെന്ന് നീ പ്രതീക്ഷിച്ചു നിന്നോ? ഞാൻ എപ്പോഴും ഒരു പൊട്ടിയാവുമെന്ന് നീ കരുതിയോ എന്ന് പറഞ്ഞിട്ട് നന്ദു ഉച്ചക്ക് ഊണിനുണ്ടാവും, നീ എന്താ ഉണ്ടാക്കാൻ നോക്ക് എന്ന് പറഞ്ഞങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം തിരിച്ചൊരു മറുപടി പറയാൻ കഴിയാതെ അനാമിക ആകെ വിഷമത്തിലാവാണ്. അമ്മ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനും? നമ്മുടെ വീടിൻ്റെ അവസ്ഥ നിനക്ക് നന്നായി അറിയില്ലേ? ഈ വീട്ടിൽ നിന്ന് പഴയതുപോലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു വീട് പോലും ഇല്ലയെന്ന് നീ അറിഞ്ഞതല്ലേ? അതുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ ഞാനും നിന്നെ സഹായിക്കാം എന്ന് പറയാനേട്ടാ. അങ്ങനെ പിന്നീട് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ്. നന്ദുവിനും നയനക്കും നവ്യക്കും ഒക്കെ ഉള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇതേ സമയം ദേവയാനി, എന്താ അനാമികയെ ഇത്ര സമയമായിട്ടും ടേബിളിൽ ഭക്ഷണം എത്തിയില്ലല്ലോ എന്നുള്ള ആ പറച്ചിലായിരിക്കുന്നു. അങ്ങനെ അനാമിക പെട്ടെന്ന് എല്ലാവർക്കുള്ള ഭക്ഷണം കൊണ്ടുവരാണ്. അങ്ങനെ ഈ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് അനാമികയും കൂടെ ഇരിക്കാൻ നോക്കുമ്പോൾ, ഈ ഭക്ഷണം ഇവിടെ കൊണ്ടുവച്ചാൽ മതിയോ? ഇത് ആര് വിളമ്പിക്കഴിക്കും? നയനമോൾക്കും നവ്യക്കും ഈ പറയുന്ന നന്ദുവിനൊക്കെ അത് വിളമ്പിക്കൊടുക്കാൻ ഞാൻ നിന്നോട് പ്രത്യേകം പറയണം. നന്ദു ഈ വീട്ടിലെ ഗസ്റ്റാണെന്ന് നിനക്കറിയില്ലേ? അവൾക്ക് പ്രത്യേകിച്ച് വിളമ്പിക്കൊടുക്കണോ എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, അത് വല്യമ്മയെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചില്ലേ, പിന്നെ എടുത്ത് കഴിച്ചാലെന്താ? കഴിക്കാനോ? എന്താ നീ പറയുന്നത്? പറഞ്ഞതങ്ങ് കേട്ടാൽ മതി. പണ്ടൊക്കെ നയന നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ പ്ലേറ്റിൽ ഓരോ ഭക്ഷണം ഇട്ട് തരുമ്പോൾ നിങ്ങൾ അതിനൊരു വില കൽപ്പിച്ചിരുന്നോ എന്നിങ്ങനെ പറയുമ്പോൾ തനിക്കൊന്നും പറയാൻ കഴിയാതെ നയനയുടെയും നവ്യയുടെയും വേലക്കാരിയായി അനാമിക തുടരാണ് കേട്ടോ. അങ്ങനെ ദേവയാനി ഇനി കളി തുടങ്ങുകയാണ്. പതുക്കെയാണ് മാറുന്നത്. പതുക്കെയായിരിക്കും ദേവയാനി അനാമികക്ക് തിരിച്ചടി കൊടുക്കുന്നത്. ഇഞ്ചിഞ്ചായി കൊല്ല എന്ന് പറയുന്നത് പോലെ ആയിരിക്കും കേട്ടോ അനാമികക്ക് തിരിച്ചടി കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.